ഹലോ ക്യൂട്ടീസ്, എഗെയിൻ ഞാനൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു സൺസ്ക്രീനിന്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. കുറച്ചധികം നാളായിട്ട് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി സൺസ്ക്രീൻ ആണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്കിൻ കെയറിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും. ഈ സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല. അത് യൂസ് ചെയ്യാതെ പുറത്തു പോകുന്നു. ഈവൻ വീടിനകത്ത് തന്നെ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കാരണം ലൈറ്റ്സ്, അതുപോലെ നമ്മൾ ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നല്ലേ, ഫോൺ, ലാപ്ടോപ്പ്, ഇപ്പോൾ വീഡിയോ, യൂട്യൂബ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ റിംഗ് ലൈറ്റും കാര്യങ്ങളും, അപ്പോൾ നിങ്ങൾ ലൈറ്റിലേക്ക് എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങളുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഞാൻ ഈ സൺസ്ക്രീൻ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഞാൻ ബിടെക്കിന് പഠിക്കുമ്പോൾ 4th ഇയറിലാണ്. അത്രയും നാളും ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്കിൻ ഡാമേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4th ഇയറിൽ ഞാൻ യൂസ് ചെയ്തു പതഞ്ജലിയുടെ ഒരു സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് ഉപയോഗിച്ചാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്, അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈ യൂട്യൂബ് കാണുന്ന ശീലമൊക്കെ എൻ്റെ ഒരു ബിടെക് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ ശേഷമാണ് എനിക്ക് ഉണ്ടായി തുടങ്ങി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഉണ്ണിമായ, അതുപോലെ അസ്യ ചേച്ചി, അവരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞു 4th ഇയർ തൊട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ഒരുപാട് നാൾ സ്കിപ്പ് ചെയ്തു. പിന്നെ കണ്ടിന്യൂസ് ബേസിൽ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് എൻ്റെ കല്യാണത്തിന്റെ ടൈം ആയപ്പോഴും. ഒരു കല്യാണത്തിന് ഒരു 6 month മുന്നേ ഉള്ള സമയത്ത് എൻ്റെ ബ്യൂട്ടീഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അതുപോലെ സീറം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തു. അങ്ങനെ എനിക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ അതിന്റെ ഉപയോഗം കണ്ടിന്യൂ ചെയ്തിങ്ങ് പോകുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കോൺഷ്യസ് കെമിസ്റ്റിന്റെ സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത്രമാത്രം ആളുകൾ റിവ്യൂസ് കൊടുത്തിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അത്ര ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ. അപ്പൊ ഇതെന്താണ് സംഭവം എന്നറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി വാങ്ങിച്ച് ഉപയോഗിച്ചതാണ്. ഇത് വാങ്ങിക്കുന്നത് വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടിരുന്നത് ഡോക്ടർ റാഷേലിന്റെ സൺസ്ക്രീൻ അതുപോലെ തന്നെ മോയ്സ്ചറൈസറും ആയിരുന്നു. അതെനിക്ക് ബെറ്റർ റിസൾട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. പിന്നെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺ ഇതെനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അല്ലാതെ അത് കൊള്ളാഞ്ഞിട്ടല്ല, അതും എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. സോ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കോൺഷ്യസ് കെമിസ്റ്റിന്റെ ഈ ബെറി ബ്രൈറ്റ് സൺസ്ക്രീനിനെ കുറിച്ചാണ്. ഈ ഒരു ട്യൂബ്, ഇതൊരു 50 ഗ്രാമിന്റെ ട്യൂബാണ്. ഇതിന് 300 rupees ആണ്. അപ്പൊ 50 grams 300 rupees എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു പ്രൈസും ഇതിന്റെ ബെനിഫിറ്റും വെച്ച് നോക്കുമ്പോൾ ഇത് വേർത്ത് തന്നെയാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ ഇപ്പൊ ഞാൻ എന്റെ ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ലിപ് ബാം ഇട്ടിട്ടുണ്ട്, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ സൺസ്ക്രീൻ ഞാൻ നിങ്ങൾ ഇട്ട് കാണിച്ചു തരാം. ഇതിന്റെ ഒരു ക്രീമിന്റെ കളറാണ് എന്നുണ്ടെങ്കിലും ഒരു ലാവൻഡർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ലാവൻഡറും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. കുറച്ച് ഞാൻ നിങ്ങൾ ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഇതിന്, ഇത് ഈ ഒരു സൺസ്ക്രീന്. പിന്നെ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഭയങ്കരമായിട്ട് പരക്കില്ല. അതായത് ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല. ചില സൺസ്ക്രീൻ നമുക്ക് സൺസ്ക്രീൻ ഇടാൻ മിക്ക ആളുകൾക്ക് മടി വരുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും, ഒരു ടിൻറ്റഡ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഈ ഒരു സൺസ്ക്രീനിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അങ്ങനെ നമുക്കൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവോ, ഒരു ടിൻറ്റ് ഫോം ചെയ്യോ, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ ആണ് നമുക്ക് സ്കിന്നിന് കിട്ടുക ഇതിട്ട് കഴിയുമ്പോൾ. പ്രത്യേകിച്ച് എനിക്ക് കവിള് കുറച്ച് ചബ്ബി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കത് പ്രത്യേകിച്ച് എടുത്തറിയാൻ പറ്റും. ഈ ഒരു പോർഷനിൽ ഒരു ഗ്ലോ നമുക്ക് കിട്ടും ഈ ഒരു സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും. അതായത് നമുക്ക് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ ഡിം ആയിട്ട് വരുന്നത് പോലെ ഫീൽ ചെയ്യും. ഒരു ഗ്ലോ ആണ് കിട്ടുന്നത് ഇതിട്ട് കഴിയുമ്പോഴത്തേക്ക്. എൻ്റെ സ്കിന്നിലൊന്നും അത്യാവശ്യം ബ്ലാക്ക് മാർക്ക്, നെറ്റിയിൽ, മൂക്കിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം, അതുപോലെ കണ്ണിൻ്റെ താഴെയൊക്കെ അത്യാവശ്യം ബ്ലാക്ക് മാർക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുറേ നാൾ ഞാൻ ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസർ കാര്യങ്ങളൊന്നും ഇടാതെ സ്കിന്ന് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാതെ ഇട്ടിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷെ ഈ ഒരു
സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിനെ ആണെന്നുണ്ടെങ്കിലും അത് ഒരുപാട് ഹീൽ ചെയ്യുന്നുണ്ട് ഇതിടുമ്പോൾ. പിന്നെ നമുക്കൊരു പ്രൊട്ടക്ഷൻ, സൺ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സൺസ്ക്രീൻ ഒക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബ്ലെമിഷസ്, ഡാർക്ക് സ്പോട്ട്സ്, മാർക്കുകൾ, കാര്യങ്ങളെല്ലാം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇപ്പോൾ അറ്റ് പ്രസന്റ് ഈ മാർക്കുകൾ കാര്യങ്ങളൊന്നും മുഖത്തില്ല, വളരെ ക്ലീൻ ഫേസ് ആണ്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാരും വിചാരിക്കരുത്. നിങ്ങളുടെ അങ്ങനെ ഇരിക്കുന്ന മുഖം പെട്ടെന്ന് തന്നെ നമ്മുടെ ഏജിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, നമുക്ക് വയസ്സ് കൂടുന്നതനുസരിച്ച് ആ ഒരു സ്കിന്നിന്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മാറാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, 2 hours കൂടുമ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് പുറത്തു പോകുന്ന ആളുകൾ, ഇനിയിപ്പോൾ വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ആളുകൾ ഇത് ഉപയോഗിക്കരുത് എന്നല്ല, അവർ മസ്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യുക. കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് മാറ്റം വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിന്റെ കാര്യമല്ല, ഏത് സൺസ്ക്രീൻ ആണെങ്കിലും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് അറിയാം, ഈ ഒരു സൺസ്ക്രീൻ ഇട്ടത് കൊണ്ടൊരു വൈറ്റ് കാസ്റ്റോ ടിൻറ്റോ ഒന്നും ഫോം ചെയ്തിട്ടില്ല, പകരം ഒരു ഗ്ലോ ആണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ നല്ല നോൺ ഗ്രീസി ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. എനിക്ക് പണ്ടൊക്കെ ഈ സൺസ്ക്രീൻ ഇടാൻ മടിയായിട്ടുള്ളൊരു കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ, ഇത് ഇടുമ്പോൾ ഒരു ഹെവിയാണ്, ഒരു ഹെവി ഫീലാണ് നമുക്ക്. എന്തോ ഒരു സാധനം മുഖത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെ തോന്നും. സോ ഞാൻ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്തിട്ട് പോകും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മൾ സ്കിന്നിൽ ഇട്ടിട്ടുണ്ടെന്ന് പോലും തോന്നില്ല. അത്രയ്ക്ക് നമുക്കൊരു ഇറിറ്റേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിട്ട് കുറച്ച് ടൈം കഴിയും തോറുമാണ് ആ ഒരു ഗ്ലോ നമുക്ക് വന്നു തുടങ്ങുന്നത്. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. പിന്നെ ഒരു സൂതിങ് കാമിങ് എഫക്റ്റ് ആയിരിക്കും, ഒരു കൂൾ എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്കൊരു റിലാക്സിങ് ഫീൽ ആയിരിക്കും ഇത് മുഖത്തിട്ട് അതൊന്നും സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സൂതിങ് കാമിങ് എഫക്റ്റ് ആയിരിക്കും കിട്ടുക. പിന്നെ ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യൂയി ഫിനിഷിംഗ് ആയിരിക്കും കിട്ടുക. കാരണം ഇതിന്റെ റെസിഡ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ അതങ്ങ് ബ്ലെൻഡ് ആയി കിട്ടും. മുഖത്തൊരു വൈറ്റ് കാസ്റ്റോ ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ SPF 50 ഉള്ള സൺസ്ക്രീൻ ആണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നിയാസിനമൈഡും ബ്ലാക്ക്ബെറി എക്സ്ട്രാക്ട്സും ആണ്. സോ നിയാസിനമൈഡ് മീൻസ് വൈറ്റമിൻ B3. നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ബ്രൈറ്റൻ ആവാനായിട്ട്, പിന്നെ ഡാർക്ക് സ്പോട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉള്ളത് അത് റിഡ്യൂസ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ നിയാസിനമൈഡ്. പിന്നെ ബ്ലാക്ക്ബെറി എക്സ്ട്രാക്ട്, അതുകൊണ്ട് തന്നെ ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. നമ്മുടെ സ്കിന്നിന് ഒരു ഹെൽത്തി ഗ്ലോ ആണ് തരുന്നത്. അതായത് ഫ്രീ റാഡിക്കൽ സ്കിൻ ഡാമേജസ് ഒക്കെ ഇത് റെഡ്യൂസ് ചെയ്യുന്ന, സ്കിൻ ഡാമേജ് തന്നെ നമുക്ക് വരാതെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും നമ്മൾ കറക്റ്റ് രീതിയിൽ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ആന്റി ഓക്സിഡന്റ് റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്ലോയും ഇത് പ്രൊവൈഡ് ചെയ്യും. ദെൻ നിയാസിനമൈഡും ബ്ലാക്ക്ബെറി എക്സ്ട്രാക്റ്റും കൂടാതെ ഹൈലൂറോണിക് ആസിഡ്, ഗ്ലിസറിൻ, സെറാമൈഡ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു മോയ്സ്ചർ ലോക്ക് തരും. ഒരിക്കലും സ്കിന്ന് ഡ്രൈ ആയി പോവില്ല. അതുപോലെ തന്നെ ഇത് ഓയിലി സ്കിൻ ഉള്ള ആളുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്നേസ് ഉണ്ടാവോ ഒന്നും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നോർമൽ സ്കിൻ ടൈപ്പിനും ഓയിലി സ്കിൻ ടൈപ്പിനും ഡ്രൈ സ്കിൻ ടൈപ്പിനും കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കും ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ്. പിന്നെ ഈ ഗ്ലിസറിൻ, ഹൈലൂറോണിക് ആസിഡ്, സെറമൈഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മോയ്സ്ചർ ലോക്ക്, നല്ലൊരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് കൊടുക്കും. ഒരു പ്ലംപി എഫക്റ്റ്, സപ്പിൾ ആവും, സ്കിന്ന് സോഫ്റ്റ് ആവും. പിന്നെ ആക്നേസ് വരില്ല. ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർ ഇത് ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്നേസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിന് ഇത്രയധികം ഹൈപ്പ് കിട്ടാനുള്ള റീസൺ ഇതിന്റെ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ട് തന്നെയാണ്. നോൺ ഗ്രീസി ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഒരു മോയ്സ്ചർ ലോക്ക് തരും, സ്കിൻ സോഫ്റ്റ് ആക്കും, സപ്പിൾ ആക്കും, ബ്ലെമിഷസും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യും, സ്കിൻ ബ്രൈറ്റൻ ആവാൻ സ്ലോലി ഇത് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റൻ ആയി വരും, ഒരു ഈവൻ ടോൺ സ്കിന്നിന് നമുക്ക് കിട്ടും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റിന് ഇത്രയധികം ഹൈപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല, നമുക്കിത് ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവും, കാര്യമുള്ളത് തന്നെയാണ്. സോ ബെറ്റർ ആയിട്ടൊരു പ്രോഡക്റ്റാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ്. എഗെയിൻ ഞാൻ പറയുന്നു, സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ സ്കിന്നിനെ യോജിച്ച ഒരു സൺസ്ക്രീൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ അത് കണ്ടിന്യൂസ് ബേസിസിൽ യൂസ് ചെയ്യുക. 2 hours കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ
ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഈ ഒരു പെർട്ടിക്കുലർ സൺസ്ക്രീനിന്റെ റിവ്യൂ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ, നിങ്ങളുടെ ഒരു അഭിപ്രായം, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എഫക്റ്റ് ആയത്, അതിനെക്കുറിച്ചൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്